ഗുഡ് ഈവനിങ് മാറ്റിനി ഫിലിമിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി പുതിയൊരു കഥ കേൾക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഇന്ന് വിജയകുമാർ സാർ സ്വന്തം കഥയാണ് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ ഹൃദ്യമാകുമെന്ന് നമുക്കറിയാം. സാറ് തിരുവനന്തപുരം സ്വദേശിയാണ്, ശാസ്തമംഗലത്താണ് വീട്. ഇന്ത്യൻ ബാങ്കിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഹരിഹരൻ സാറിൻ്റെ കൂട്ടുകാരനാണ്. സോ നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. മനോഹരമായ ഒരു കഥ നമുക്ക് ആസ്വദിക്കാം. അതോടൊപ്പം വിജയകുമാർ സാറിനെയും ക്ഷണിക്കുന്നു. വിജയകുമാർ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ഈ വേദിയിൽ ആദ്യമായിട്ട് കഥ അവതരിപ്പിക്കുകയാണ്. അതിന് അവസരം തന്നതിന് ആദ്യമായിട്ട് നന്ദി. ഈ കഥ സഹശയനം എന്നാണ് ഈ കഥയുടെ പേര്. കുറെ കാലം മുമ്പ് എഴുതിയ കഥയാണ്. ഞാൻ കവിതയും കഥകളും എഴുതാറുണ്ട്. കവിതയിൽ 3 പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും ഒരെണ്ണം ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ചെറിയ കഥയാണ്, വളരെ വലുതൊന്നുമല്ല. സഹശയനം എന്നാണ് ഈ കഥയുടെ പേര്. വായിക്കാം. നിങ്ങൾക്ക് എന്തു പറ്റി മനുഷ്യ? അവൾ അയാളെ വിളിച്ചുണർത്താൻ നോക്കി. ഇങ്ങനെ മനുഷ്യർക്ക് ഉറങ്ങാൻ പറ്റുമോ? വെയില് മേത്തടിച്ചിട്ടും അനക്കമില്ല. ജനലഴികൾക്കിടയിലൂടെ എത്തി വെയിൽ നിസ്സഹായതയുടെ ഇളം മഞ്ഞ നിറത്തിൽ കട്ടിലിൽ കളം വരച്ച് കിടന്നു. അയാളുടെ കൂർക്കം വലി ഒരു തുരുമ്പിച്ച യന്ത്രത്തിന്റെ ശബ്ദം പോലെ മുറിയിൽ നിറഞ്ഞു നിന്നു. അന്നാമ്മ വീണ്ടും ശബ്ദമുയർത്തി അയാളെ ഉണർത്താൻ ശ്രമിച്ചു. എന്നാ ഉറക്കമായത്? അരമണിക്കൂറായി ഞാൻ ഉണർത്താൻ നോക്കുക. വീട്ടിൽ അരിയില്ല. പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇനി എന്നാ വേണമെന്ന് എനിക്കറിയില്ല എൻ്റെ ഈശോ. ഐസക്കച്ചായൻ അന്നേ പറഞ്ഞതാ, ഇത് നിനക്ക് കഷ്ടപ്പാടിനാ എന്ന്. കല്യാണത്തിനെ സ്വന്തം കല്യാണത്തിനെ പറ്റി പറഞ്ഞതാണ്. ഐസക്കച്ചായൻ അന്നേ പറഞ്ഞതാ, ഇത് നിനക്ക് കഷ്ടപ്പാടിനാ എന്ന്. പക്ഷെ പേരും കഴിവും ഒക്കെയുള്ള ആളാന്ന് കരുതിയ ഞാൻ അതിന് ഒരുങ്ങി. പപ്പയോട് വാശി പിടിക്കുകയും ചെയ്തു. തോമസ് കവളപ്പാറ എന്നും പറഞ്ഞ് നിങ്ങളുടെ കഥകളൊക്കെ മാസികയിൽ അച്ചടിച്ച് കണ്ടപ്പോൾ എനിക്കൊരു പൂതി. കഥകൾ മോശമെന്ന് പറയാനും മേല എന്നാണ് അറിവുള്ളവർ പറഞ്ഞു കേട്ടത്. ഉള്ളത് പറയണമല്ലോ. എന്നാലും ഇത്ര വലിയ മണ്ടത്തരമാണെന്ന് ഇപ്പോഴാ പിടികിട്ടിയ. ഇനി എന്നാ ചെയ്യുമെന്നും കണ്ട. എല്ലാം ഓരോ വിധി. ആരോ വാതിലിൽ മുട്ടുന്നല്ലോ. ഉണര് മനുഷ്യ. അന്നാമ്മ അയാളെ കുലുക്കി വിളിച്ചു. എന്നിട്ട് മുൻവശത്തെ മുറിയിലേക്ക് ചെന്നു. വാതിൽ തുറന്നു. അലിയാരാണ്. അലിയാർ പറഞ്ഞു, തോമ ഉറക്കം തന്നെയാ? അലിയാർ ചോദിച്ചു. എന്നാ പറയാനാ, തൊണ്ടയിൽ വെള്ളം പറ്റി വിളിച്ച്. ഒന്നുണർന്നാൽ എന്നാ? ദേ ഇപ്പോ നിങ്ങൾ വന്നൂന്ന് അറിഞ്ഞേ പിന്നെ അനങ്ങിയേ. എന്തെങ്കിലും ഒരു വിചാരമുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റുമോ? പട്ടിണിയോളം എത്തിയിരിക്കണു കാര്യങ്ങൾ. എന്തെങ്കിലും ഒരു വേല ചെയ്താൽ എന്നാ ഇയാള് ഞാന്? അലിയാർ പറഞ്ഞു, അത് പറയാൻ തന്നെയാ നമ്മൾ വന്നേ. അപ്പോഴേക്കും തോമ മുഖം കഴുകി തുടച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. നല്ല ക്ഷീണം അലിയാരെ, എന്തുണ്ട് വിശേഷം? അന്നാമയാണ് വീണ്ടും സംസാരിച്ചു തുടങ്ങിയത്. എങ്ങനെയാ ക്ഷീണം ഉണ്ടാകാതിരിക്കുക? ഇങ്ങനെ പോയാൽ അധികം ക്ഷീണിക്കേണ്ടി വരുമെന്ന് തോന്നണമില്ല ഇനി. തോമ, നമ്മൾ വന്നതേ ഒരു സുപ്രധാന കാര്യം കൊണ്ടാണ്, അലിയാർ പറഞ്ഞു. നമ്മളിപ്പോൾ വിചാരിച്ച ആ നിത്യ കാലിത്തീറ്റേൻ്റെ ഒരു ഏജൻസി സംഘടിപ്പിക്കാം. നിങ്ങൾക്ക് എൻ്റെ പീടികയിൽ ഒരു മുറിയും തരാം. ഈ പ്രശ്നങ്ങളൊക്കെ തീരാൻ നമുക്ക് താല്പര്യമുണ്ട്. ഏത്? നല്ല വരവുള്ള കച്ചവട. പറയും നിങ്ങൾ. കാലികളുടെ ഗ്രാമമായത്. മനുഷ്യരെക്കാളും കാലികളാ കൂടുതൽ ഇവിടെ. അലിയാർ ഒരു തമാശ പറഞ്ഞ സുഖത്തിൽ ഉറക്കെ ചിരിച്ചു. അന്നാമ്മ പറഞ്ഞു, പറയാനെന്താ അലിയാരെ, ഇവിടെ റെഡി. അല്ലേലും ഞാനും വിശന്ന് ചാവും. അതുകൊണ്ടാവും കട്ടായം. ഇങ്ങനെ ജീവിക്കാനൊക്കത്തില്ല എന്ന് ഉറപ്പാ. അന്നാമ്മയുടെ ഉത്തരം കേട്ട് തോമസ് സ്തംഭിച്ചു നിന്നു. അയാൾ വിക്കി, ഞാൻ ഇതെന്നെ കൊണ്ട്. അപ്പോഴേക്കും അന്നാമ്മ പറഞ്ഞു, ഒന്നും പറയണ്ട. ഇത് സമ്മതിക്കേണ്ടതാ നല്ലത്. ഞാൻ പറയാം. ഇത് ദൈവം തന്ന ഒരു വഴിയാ. ഈ അലിയാരുടെ നല്ല മനസ്സും തട്ടിക്കളയണ്ട. അലിയാർ പറഞ്ഞു, നിങ്ങളും കൂടി ഒരു സമ്മതം പോലും തോമ, ബാക്കി നമ്മളേറ്റ്. തോമ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. മൗനം സമ്മതാന്ന് കരുതിക്കോ അലിയാരെ എന്ന് അന്നാമ്മ. അന്നാമ്മയ്ക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ജീവിതം കുഴിയും കുന്നും നിറഞ്ഞ വഴിയിലൂടെ ഒരു കാളവണ്ടി യാത്ര പോലെ ആയി കഴിഞ്ഞിരുന്നു. സുഗമമായ പാളത്തിന്റെ നേർവരയിലൂടെ കുതിച്ചു പായുന്ന ആനന്ദമായിരുന്നു അവളുടെ സ്വപ്നത്തിൽ. തോമായുടെ അലസതയും തൊഴിലില്ലായ്മയും
അവളുടെ സ്വപ്നങ്ങളെ വരണ്ട മണ്ണിന്റെ നശ്വര ചിത്രം പോലെ ആക്കി തീർത്തു. കുളിർത്ത മേഘങ്ങളുടെ പ്രതീക്ഷ വിതച്ചും കൊണ്ടാണ് അലിയാരുടെ വരവ്. അത് കൈനീട്ടി സ്വീകരിക്കുക തന്നെ വേണം. അവൾ തോമായെ തീരുമാനത്തിലേക്ക് വലിച്ചിഴച്ചു. നിർവാഹമില്ലാതെ അയാൾ വഴങ്ങി. അങ്ങനെ ഒരു പുതിയ അധ്യായം അവരുടെ വിരസ ദുരിത ജീവരംഗങ്ങളിലേക്ക് വെളിച്ചം വീശിയെത്തി. ഇനി പറയുന്നത് വിശ്വസിക്കാൻ വായനക്കാരായ നിങ്ങൾക്ക് ഒരുപക്ഷെ തെല്ല് വിഷമം അനുഭവപ്പെട്ടേക്കാം. മാത്രമല്ല, നിരാശ തോന്നുകയും ചെയ്യാം. പക്ഷേ സത്യം അതാണെന്നിരിക്കെ മറ്റൊരു വഴിയിലേക്ക് നിങ്ങളെ നയിക്കാനും ഞാൻ പ്രാപ്തനല്ല. കച്ചവടം പൊടുന്നനെ ഔന്നത്യങ്ങളിലേക്ക് പറന്നെത്തി. ഈ കാലിത്തീറ്റയുടെ കച്ചവടം, കാലിത്തീറ്റയുടെ കച്ചവടം. കഥകൾ കുറിച്ചും കുറിക്കാതെയും നടന്ന തോമ കണക്കുകൾ നോക്കിയും കൃത്യത പാലിച്ചും ലക്ഷ്യങ്ങളുടെ കൊടിമുടികൾ കീഴടക്കുന്നത് അത്ഭുതത്തോടെ ഗ്രാമം നോക്കി നിന്നു. കഥകൾ കുറിച്ചും കുറിക്കാതെയും നടന്ന തോമ കണക്കുകൾ നോക്കിയും കൃത്യത പാലിച്ചും ലക്ഷ്യങ്ങളുടെ കൊടുമുടികൾ കീഴടക്കുന്നത് അത്ഭുതത്തോടെ ഗ്രാമം നോക്കിക്കണ്ടു. അയാൾ കഥകളെക്കുറിച്ച് സംസാരിച്ചതേയില്ല. കവിതകൾ കണ്ടതായി നടിച്ചില്ല. പുതിയ പുസ്തകങ്ങളുടെ പിറകെ ഉയിരറ്റ് പാഞ്ഞില്ല. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലക്ഷ്യങ്ങൾ തോമായ്ക്ക് മുന്നിൽ കുഴഞ്ഞു വീണു. തോൽവി സമ്മതിച്ചു. പകലും രാവും സന്ധ്യയുമെല്ലാം കെട്ടുപിണഞ്ഞും മാറിയും മറിഞ്ഞും കിടന്നിരുന്ന നാളുകൾ കരുത്താർന്ന ചിട്ടയുടെ നേരിലൂടെ മുന്നോട്ട് കുതിച്ചു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തന്നെയാണ് അത് സംഭവിച്ചത്. ആരും പ്രതീക്ഷിക്കാതെ, ആർക്കും വ്യാഖ്യാനിക്കാൻ വഴി കൊടുക്കാതെ. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തന്നെയാണ് അത് സംഭവിച്ചത്. ആരും പ്രതീക്ഷിക്കാതെ, ആർക്കും വ്യാഖ്യാനിക്കാൻ വഴി കൊടുക്കാതെ. ഒരു ദിവസം കടയിലെത്തിയ അന്നാമ്മ, സാധാരണ അവൾ പുറത്തിറങ്ങാറേയില്ല എന്നോർക്കണം. ഒരു ദിവസം കടയിലെത്തിയ അന്നാമ്മ കാലിത്തീറ്റയുടെ പരസ്യം എഴുതി തൂക്കിയ ബോർഡിലേക്ക് ഏറെ നേരം നോക്കി നിന്നു. കാലിത്തീറ്റയുടെ പരസ്യം എഴുതി തൂക്കിയ ബോർഡിലേക്ക് അന്നാമ്മ ഏറെ നേരം നോക്കി നിന്നു. ഏതോ നിർവൃതിയുടെയോ വിസ്മയത്തിന്റെയോ കാറ്റ് അവളെ തഴുകി നീങ്ങി. അവൾ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്നറിയാൻ തോമ ബോർഡിലേക്ക് തിരിഞ്ഞു. മെയ്യും പാലും വളരാൻ പൈക്കൾക്കെന്നും നിത്യ. ഇതാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. മെയ്യും പാലും വളരാൻ പൈക്കൾക്കെന്നും നിത്യ. അവൾ ബോർഡിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു, നിങ്ങളുടെ ഈ കഥ അതോ കവിതയോ എനിക്ക് തോനെ ഇഷ്ടമായി. നിങ്ങളുടെ ഈ കഥ അതോ കവിതയോ എനിക്ക് തോനെ ഇഷ്ടമായി. തോമായുടെ ഉള്ളിൽ എന്തോ അടങ്ങാത്തൊരു കൊടുങ്കാറ്റ് വീശി. ഇടിമിന്നലുകളുടെ അകമ്പടിയോടെ മഴ അയാൾക്കുള്ളിൽ ആർത്തു പെയ്തു. തോമ കടയടച്ച് പുറത്തിറങ്ങി. അന്നാമ്മയെ അവളുടെ വീട്ടിലാക്കി. വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചു. കച്ചവടം നിർത്തി. കാലം അയാളുടെ പിടിവിട്ട് കുതറിയോടി. ഏറെ ദൂരം അയാൾ അതിന് പിന്നാലെ ഓടി നോക്കി. പിന്നെ വേണ്ടെന്ന് വെച്ച് തിരിഞ്ഞു നടന്നു. ഇതിനകം അയാൾക്കത് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിന് വേണ്ടത് കാലിത്തീറ്റയായിരുന്നു. പക്ഷേ ഒരു മടങ്ങിപ്പോക്കിന് തോമ തയ്യാറല്ലായിരുന്നു. അയാൾക്ക് അത് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിന് വേണ്ടത് കാലിത്തീറ്റയാകുന്നു. പക്ഷേ ഒരു മടങ്ങിപ്പോക്കിന് അയാൾ തയ്യാറല്ലായിരുന്നു. ക്രമേണ കിടപ്പ് അയാൾക്ക് കടവരാന്തയിലായി. ശയനീയം ദുരിതങ്ങളും. സഹശയനത്തിന് തോമ ദിവസവും ഓരോന്ന് കണ്ടെത്തി സ്വീകരിച്ചു. മിക്കവാറും മോഷ്ടിച്ചെടുത്തത് ഏതെങ്കിലും ഒരു പുസ്തകം. ക്രമേണ കിടപ്പ് അയാൾക്ക് കടവരാന്തയിലായി. ശയനീയം ദുരിതങ്ങളും. സഹശയനത്തിന് തോമ ദിവസവും ഓരോന്ന് കണ്ടെത്തി സ്വീകരിച്ചു. മിക്കവാറും മോഷ്ടിച്ചെടുത്തത് ഏതെങ്കിലും ഒരു പുസ്തകം. ഇതാണ് കഥ. നമസ്കാരം. ആ സാറ് പറഞ്ഞു തുടങ്ങിക്കോ. അതെ, കഥാകൃത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് മെസ്സേജാണ് തരാൻ ആഗ്രഹിക്കുന്നത്? അത് അവസാനം പറയുന്നു. അവസാനം പറയാം. നിങ്ങളുടെ അത് അവസാനം പറയുന്നത്. നമുക്ക് ആദ്യം അതിന്റെ കഥ കേട്ടതിനെ കുറിച്ച് അഭിപ്രായം പറയാം.
റോയ് സാറേ ഒന്ന് തുടങ്ങും. അന്നാമ്മയുടെയും തോമാച്ചായന്റെയും കഥയാണ് ഇത് എന്ന് മനസ്സിലായി. അന്നാമ്മയ്ക്ക് ഈ തോമാച്ചായനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അച്ചായൻ അത് വേണ്ട എന്ന് തോമാച്ചന്റെ സ്വഭാവം മനസ്സിലാക്കി പറഞ്ഞുവെങ്കിലും അന്നാമ്മ അദ്ദേഹത്തെ തന്നെ വേണമെന്ന് തീരുമാനിച്ച് വിവാഹം കഴിച്ചു. പിന്നെ ഈ ഉറക്കം മാത്രമായിട്ട് വീട്ടിൽ സ്ഥിരം കൂടിയിരുന്നതായ തോമാച്ചനെ വളരെയധികം അന്നമ്മയ്ക്ക് ബുദ്ധിമുട്ടായി, അബദ്ധം പറ്റിയതൊക്കെ ആയിട്ട് തോന്നിയെങ്കിലും അതനുസരിച്ചുള്ള ചില പ്രശ്നങ്ങൾ അവരുടെ കുടുംബജീവിതത്തിലുണ്ടായി. എന്നാൽ അലിയാര് എന്ന് പറയുന്ന സുഹൃത്ത് വാടകയ്ക്ക് കൊടുത്ത് ഒരു കടയിൽ കാലിത്തീറ്റ കച്ചവടം തുടങ്ങി. അപ്പോൾ ഉദ്ദേശിച്ചതിനും ഭംഗിയായി ഈ കാലിത്തീറ്റ കച്ചവടം നന്നായി നടന്നു. പക്ഷേ അതിനിടയിൽ അന്നമ്മ കാലിത്തീറ്റയുടെ പരസ്യം കണ്ടു. നെയ്യും പാലും വളരാൻ പൈക്കൾക്ക് നിത്യ എന്ന് പറയുന്ന ഒരു പരസ്യം കണ്ടപ്പോൾ ആണ് സംഗതികൾ കുഴഞ്ഞതല്ല. ഏതായാലും അവര് തമ്മിൽ ഉള്ള വിവാഹ ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ അകന്നു കഴിയുന്നു. വെറും പുസ്തകം വായിച്ചുകൊണ്ട് കാലിത്തീറ്റ കടയുടെ ഫ്രണ്ടിൽ കിടന്നുറങ്ങുന്ന തോമാച്ചൻ. അപ്പോ ഈ കഥയിലൂടെ മനുഷ്യന്റെ ചില അവസ്ഥകളും അതിലുണ്ടാകുന്ന ചില രൂപാന്തരങ്ങളും കുടുംബജീവിതങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുവാനാണ് കഥാകൃത്തായ വിജയകുമാർ സാർ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോ ഉള്ള സൗകര്യത്തില് സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അതിനു വേണ്ട ചില ഗൈഡ് ലൈൻസ് ഇതിലൂടെ നമ്മൾ നേടേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ കഥയിലൂടെ മനസ്സിലായത്. പിന്നീട് ആഗ്രഹിച്ചു അച്ഛന് ഈ അന്നമ്മയായിട്ട് ഒന്ന് ജീവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം വന്നെങ്കിലും അതിനൊന്നും സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ തോമാച്ചൻ കഴിയുന്നത്. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഏതായാലും അതിലെ ഇന്നത്തെ കാലഘട്ടത്തിലും എല്ലാം കുടുംബജീവിതത്തിലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള ഒരു അവസരം തരുന്ന ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. ഇവരെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഓക്കെ, ഇനി ആരാ പറയുന്നേ? അഭിലാഷ് സാർ. അഭിലാഷ് സാർ കേൾക്കുന്നില്ലേ? ശ്രീലത മാം ഒന്ന് പറയും. രമാവതി മാം. ആരും കേൾക്കുന്നില്ലേ? സാർ ഞാൻ പറയാം. പറയും. ഈ കഥയുടെ തുടക്കം ഒരു യാത്ര മുന്നോട്ട് കണ്ടു. ഇടയ്ക്ക് വെച്ച് എവിടെയൊക്കെ ഒന്ന് കുഴഞ്ഞു വീഴും പോലെയാണ് എനിക്ക് തോന്നിയത്. എത്തേണ്ടടുത്ത് എത്തിയോ, കഥാകാരനെ എത്തിച്ചോ എന്നൊരു സംശയമാണ് എൻ്റെ മുമ്പിലുള്ളത്. പറയാൻ ഉള്ളത് പ്രത്യേകിച്ച് കാച്ചിക്കുറുക്കി ഒന്നും അതിനകത്ത് കൊടുക്കാനില്ലാത്തൊരവസ്ഥ എനിക്ക് തോന്നി. എങ്കിലും മനുഷ്യൻ പശുക്കളേക്കാൾ കഷ്ടമാകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം ചിന്തിച്ചത്. കഥാകാരന്റെ മനസ്സിലും അങ്ങനെയാണോ എന്നെനിക്ക് അറിയില്ല. അത് അവസാനം സാർ പറയുമെന്ന് തോന്നി. ആഖ്യാന രീതി നന്നായി. എന്താണോ പറയാനുള്ളത് കിട്ടിയത് അത് ആ രീതിയിൽ സാറ് കൊണ്ടുപോയി എന്നുള്ളത് ശരിയാണ്.
ഹരിഹരൻ സാറ് ചോദിച്ച ആ ചോദ്യം തന്നെയാണ് എൻ്റെ മനസ്സിലും ഉള്ളത്. എന്ത് സന്ദേശമാണ് ഞങ്ങൾക്ക് തന്നത് അറിഞ്ഞുകൂടാ. അത് എൻ്റെ ഇല്ല, അത് അറിവിൻ്റെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അത് പരിമിതിയാണോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനെക്കുറിച്ചൊന്നും. രമാവതി മാം. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. സാറേ നമസ്കാരം. സാബു സാർ, ഇന്ന് സാറിന്റെ കഥ ആദ്യമായിട്ട് കഥ പറയുന്നൊക്കെ പറഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞിരുന്നു ചെറിയൊരു കഥയാണെന്ന് പറഞ്ഞിരുന്നു. എന്ത് തന്നെയായാലും എനിക്ക് തോന്നുന്നു, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ആ കാലിത്തീറ്റയുടെ പരസ്യം ഉണ്ടല്ലോ, ആ പരസ്യം മനുഷ്യ ജീവിതമായിട്ട് ബന്ധമില്ലേ എന്നൊരു സംശയമില്ല അതിന്റെ. കാരണം അതിന്റെ വാചകം അങ്ങനെയാണല്ലോ. അപ്പൊ എല്ലാവർക്കും ദാമ്പത്യത്തിൽ എന്തെല്ലാം വേണം അതൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ അന്നാമ്മ എന്ന് പറയുമ്പോ നമ്മുടെ മനുഷ്യര് കല്യാണത്തിന് മുന്നേ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. എൻ്റെ ആഗ്രഹത്തില് പാട്ടുകാരനായിരിക്കണം, കഥാകൃത്തായിരിക്കണം, കാണാൻ ഭംഗി വേണം, അങ്ങനെ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൊ അന്നമ്മയുടെ മനസ്സിൽ ഊട്ടിയുള്ള ഒരു ഇഷ്ടമുണ്ട്, അതായത് കഥാകാരനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ കഴിക്കണം എന്നുണ്ടാകുമ്പോഴും അത് പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും അത് വേണ്ട, ഞാൻ എന്തായാലും ഒരു പരീക്ഷണത്തിന് തന്നെ തയ്യാറായി അന്നമ്മ. അങ്ങനെ പരീക്ഷണത്തിന് തയ്യാറായിട്ട് ഇത് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് തോന്നുന്നത് ജീവിതം ഒരു വെറുതെ ആയിപ്പോയി, ഇത് വേണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കക്ഷിയാണെങ്കിൽ കക്ഷിയുടെ നമ്മളിപ്പം ഉറക്കം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കാര്യമൊന്നും ചിന്തിക്കാതെ കുറെ നേരം ഉറങ്ങാന്ന് വെച്ചാല് അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. കാരണം ദാമ്പത്യത്തില് എല്ലാം അറിഞ്ഞും കൊണ്ട്, അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞും കൊണ്ട് സമയത്ത് എഴുന്നേൽക്കാതെ വെറുതെ ഇങ്ങനെ കിടന്നിട്ട് കുറെ നേരം വിളിക്കുക, അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരുന്നു. അവസാനം ഈ പറഞ്ഞ പോലെ ഇവര് ഡിവോഴ്സിന് തയ്യാറായിട്ടാകുമ്പോ എനിക്ക് തോന്നുന്നു അയാള് കുറച്ചും കൂടി അന്നേരം ബോധവൽക്കരണം വന്ന പോലെ ആയിട്ടില്ലേ എന്നൊരു സംശയമുണ്ട്. അതുപോലെ പുസ്തകം വായിക്കുന്നു, അതിലും സാറ് ട്വിസ്റ്റ് എന്തോ പറയുന്നുണ്ട്, ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കള്ളത്തരം ചെയ്തു എന്നുള്ള രീതിയിൽ. എന്തായാലും കഥ കുറച്ച് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി. പക്ഷെ ഈ കഥക്ക് കുറച്ചും കൂടി വലിപ്പം, അതായത് കുറച്ചും കൂടി ഇതാക്കായിരുന്നു സാറിന്. അത് എൻ്റെ ഒരു സജഷനാണ്. സോറി, അങ്ങനെ പറയാൻ പാടില്ല ഒരു കഥാകൃത്തിനോട്. എന്തായാലും ബാക്കി കാര്യങ്ങള് അവസാനം നമുക്ക് പറഞ്ഞു തരുന്നുള്ള അതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. താങ്ക് യു സർ. നമസ്കാരം, ഗോപകുമാറാണ്. പിന്നെ ഒരു കുടുംബത്തെ ഒരു പരസ്യം കാരണം ചില കുടുംബങ്ങളെ ശിഥിലമാക്കൂ എന്നുള്ളതിനൊരു തെളിവാണ് സാർ അവതരിപ്പിച്ചത്. നല്ല അവതരണമായിരുന്നു, അവരുടെ ശൈലി നല്ലതായിരുന്നു. ചെറിയ കഥയാണെങ്കിലും നല്ല രീതിയിൽ അവതരിപ്പിച്ചു. നന്ദി, നമസ്കാരം. ഓക്കെ, ഇനി ആരാ? സരസ്വതി മാം, ജോഷി സാർ എത്തിയോ? ശുദ്ധോധനൻ ഡോക്ടർ കഥ കേട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ? സാർ, ഞാൻ പാലക്കാട് മഴയായതുകൊണ്ട് പുറത്തു പോയിട്ട് എത്തുമ്പോഴത്തേക്ക് കഥ കഴിഞ്ഞു. റിവ്യൂസ് കേൾക്കാം. അതെ അതെ, മോശമില്ലാത്ത നല്ല മഴ കിട്ടി. അപ്പൊ അതിന്റെ ഒരു മഴ നനഞ്ഞ കുളിർമയിൽ വന്നപ്പോഴത്തേക്ക് കഥ വേഗം തീർന്നതിന്റെ സങ്കടമാണ്. എന്തായാലും കഥ കേട്ടില്ലെങ്കിലും നല്ല സുന്ദരം മഴ കിട്ടിയല്ലോ. പലർക്കും വലിയ സങ്കടമായിരുന്നു വടക്കൻ നാട്ടിലോട്ട് മഴ കിട്ടുന്നില്ലെന്ന്. തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. ജോഷി സാറ് താമസിച്ചാ വന്നേന്നു അല്ലേ? ജോഷി സാറ് താമസിച്ചാ വന്നേ. ജോഷി സാറും താമസിച്ചാ വന്നേന്ന് തോന്നുന്നു. പിന്നെ സരസ്വതി മാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയകുമാർ സാറിൽ നിന്ന് തന്നെ കേൾക്കാം കഥയെക്കുറിച്ച്. അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും സാറിൻ്റെ സ്വന്തം കഥയാണ്. അപ്പോൾ സാറിന് അതിൻ്റെതായ ഒരു ആശയ തലം ഉണ്ടായിരിക്കും. നമുക്ക് കേൾക്കാം. അതിനുശേഷം പിന്നെ ഹരിഹരൻ സാറ് സംസാരിക്കും. ഓക്കെ, അത് ഞാൻ പറയാം. അതായത് ഈ കഥ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. വളരെ ചുരുക്കി എഴുതുന്നതുകൊണ്ട്, വളരെ വിശാലമായിട്ട് എഴുതാത്തത്, വളരെ ചുരുക്കി എഴുതുന്നത് കൊണ്ടുള്ള അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇയാളൊരു എഴുത്തുകാരനാണ്. ഈ തോമസ് കവളപ്പാറ എന്ന് പറയുന്ന എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ഈ എഴുതുന്ന ആ എഴുത്തിൻ്റെ അയാളുടെ പേരും പ്രശസ്തിയൊക്കെ കേട്ടിട്ട് ഒന്ന് അതിലൊരു ഭ്രമപ്പെട്ടിട്ട് ഈ അന്നാമ്മ അയാളെ കല്യാണം കഴിക്കുന്നതാണ്, നിർബന്ധപൂർവ്വം കല്യാണം കഴിക്കുന്നതാണ്.
അപ്പൊ തന്നെ ഈ പിതാക്കൾ അതാ ഞാൻ എഴുതിയിട്ടുണ്ട് അവിടെ. ആദ്യം വായിക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. വായിക്കുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല, ക്ലിയർ ആവും. ഇതിൽ നോക്കിയാൽ ഐസക് അച്ചായൻ അന്നേ പറഞ്ഞതാ, ഇത് നിനക്ക് കഷ്ടപ്പാടിനാന്ന്. പക്ഷെ പേരും കഴിവും ഒക്കെയുള്ള ആളാന്ന് കരുതിയാ ഞാനിതിന് ഒരുങ്ങിയേ. പപ്പയോട് വാശി പിടിക്കുകയും ചെയ്തു. തോമസ് കവളപ്പാറ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കഥകളൊക്കെ മാസികയിൽ അച്ചടിച്ച് കണ്ടപ്പോ എനിക്കൊരു പൂതി. എന്തോ ഇന്ന് അയക്കാൻ സാറിന് സമയം കിട്ടിക്കാണ്ടില്ല. അതെ, അവിടെ കിടന്ന് എന്താ തോമസ് കവളപ്പാറ എന്ന് പറഞ്ഞ് കഥകളൊക്കെ മാസികയിൽ അച്ചടിച്ച് കണ്ടപ്പോൾ എനിക്കൊരു പൂതി. കഥകൾ മോശമാണെന്ന് പറയാനും മേല എന്നാണ് അറിവുള്ളവർ പറഞ്ഞത്. ഇതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇംപ്രഷനിലാണ്, ഈ ഒരു ഭ്രമത്തിലാണ്. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു കഥയാണ്. ഒരു ചിത്രകാരൻ ഞാൻ ഗുരുവായൂർ വർക്ക് ചെയ്യുന്ന സമയത്ത്, പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെയൊക്കെ തിരിച്ചറിഞ്ഞ പ്രശ്നമാകും. അതുകൊണ്ട് സ്ഥലം പറയണ്ട, ഐഡന്റിറ്റി ആളുടെ പേരൊന്നും പറയില്ല. അയാളുടെ അതുമായിട്ട് പൂർണ്ണമായി ബന്ധമുള്ളതല്ല, എങ്കിലും അത് ആ അനുഭവമായിട്ട് ഒരു ബന്ധം ഇതിനുണ്ട്. അപ്പൊ അയാളുടെ ചിത്രം, അയാളുടെ പ്രശസ്തിയും പേരും ഒക്കെ കണ്ടിട്ട് ഭ്രമിച്ചിട്ട് ഒരു സ്ത്രീ അയാളെ കല്യാണം കഴിക്കുക. ആ കല്യാണത്തിന് ഞാനും പോയി അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അധികം കാലം ആ ബന്ധം നിലനിന്നില്ല. കാരണം പിന്നീടാണ് ഈ സത്യം എന്ത് എന്നുള്ളത് ഈ സ്ത്രീയും അയാളും രണ്ടുപേരും തിരിച്ചറിയുന്നത് പിന്നീടാണ്. കാരണം ഒരു എഴുത്ത് കൊണ്ട് മാത്രം ഒരു ജീവിതം പുലർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ മറ്റൊരു ലോകത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. പലപ്പോഴും അയാളുടെ തൊഴിൽ കൊണ്ട് ജീവിതത്തിന്റെ വരുമാനം ഉണ്ടാക്കാൻ പോലും സാധിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതാണ് ഇയാൾക്കൊരു വേറൊരു തൊഴിൽ ചെയ്യാൻ ഇയാളെ കൊണ്ട് കൊള്ളുകയില്ല, ഇയാൾക്ക് അത് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇയാളുടെ ഈ ഉറക്കത്തിന്റെ ശീലമൊക്കെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ അവർ പിരിഞ്ഞു. അതേ ഒരു അവസ്ഥയിലേക്ക് ഞാൻ ആ ഒരു അനുഭവത്തിൽ നിന്ന് വിളിച്ചത് എഴുതിയതാണത്. അപ്പൊ അന്നാമ്മയെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതേസമയം തോമായെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് കളഞ്ഞിട്ട് അയാൾക്ക് മറ്റൊരു ജീവിതമില്ല. പക്ഷേ ഈ ജീവിതം ദാരിദ്ര്യത്തിലേക്ക് നീങ്ങി വളരെയധികം ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ അയാളുടെ ഒരു സുഹൃത്ത് അയാളെ സഹായിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നാൽ നിവൃത്തിയില്ല, എങ്ങനെയെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിച്ചാലേ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി എന്തെങ്കിലും രീതിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിൽ വന്ന് അയാളുടെ ഒരു ഭാഗ്യത്തിന് അയാളൊന്ന് സഹായിക്കുകയാണ്. ആ സഹായിക്കുന്ന അവസരത്തിൽ ഇയാളത് നിർബന്ധ കാരണം അയാൾ ഏറ്റെടുക്കുന്നതാണ്. അയാൾക്ക് താല്പര്യം ഉണ്ടായിട്ട് ഏറ്റെടുക്കുന്നതല്ല. പക്ഷെ ഭാഗ്യം കൊണ്ട് ആ ബിസിനസ്, ആ കച്ചവടം വിജയിക്കുകയും വരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴും തോമസ് കവളപ്പാറയ്ക്ക് എന്താണ്, സാഹിത്യത്തിനോടുള്ള ആഭിമുഖ്യമാണ് അയാളുടെ ഉള്ളിലും മനസ്സിലും ഉള്ളത്, എപ്പോഴും ഉള്ളത്. അയാൾ ഈ പരസ്യത്തിന് വേണ്ടി 2 വരി എഴുതിയുണ്ടാക്കി. അത് അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. അയാളുടെ സാഹിത്യം എവിടെ നിൽക്കുന്നു? ഈ പരസ്യത്തിൽ 2 വരി എവിടെ നിൽക്കുന്നു? അപ്പൊ ഈ ഭാര്യ ഈ വരി വളരെ ഒരു താഴ്ന്ന നിലവാരമുള്ള ഒരു 2 വരിയാണ് അത്. ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി അയാൾ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ അയാളുടെ ഒരു കവിതയെ പറ്റിയോ അയാളുടെ ഒരു കഥയെ അംഗീകരിക്കാനോ അത് മനസ്സിലാക്കാനോ അതിനെ ഉൾക്കൊണ്ട് സംസാരിക്കാനോ ഈ അണ്ണാമയ്ക്ക് കഴിയില്ല. അപ്പം ഇത് കണ്ടിട്ട്, ഈ ബോർഡ് കണ്ടിട്ട് അവരത് അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ ഇയാൾക്കതൊരു ഭയങ്കരമായ ഷോക്കാവും, ഒരു തിരിച്ചറിവായിരുന്നു. ഈ ഒരു ബന്ധം നമുക്ക് തുടർന്നു പോകാൻ പറ്റില്ല. കാരണം നമ്മൾ രണ്ടും 2 വഴിക്ക് പോകേണ്ട ആൾക്കാരാണ്. ഒരു തരത്തിൽ ഇത് ഒരുമിച്ച് പോകാൻ സാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് അയാൾ, അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് അയാൾ ഈ അന്നാമയായിട്ട് പിരിയാൻ തീരുമാനിക്കുക. അന്നാമയെ കൊണ്ട് തിരിച്ചു വിടുകയും, ഞാൻ ശരിയാവില്ല, എനിക്ക് ഈ കച്ചവടം കൊണ്ടു നടക്കാൻ എനിക്ക് താല്പര്യവുമില്ല, എന്നെ കൊണ്ട് പറ്റുകയില്ല. കാരണം എനിക്കതിലല്ല താല്പര്യം. എനിക്ക് വേറെ ഒന്നുമില്ല. ഇനി കടവരാന്ത കിടന്നാലും എനിക്ക് പുസ്തകം വായിക്കുകയും എഴുതുകയും ചെയ്യുന്നതാണ് എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു പോവുകയും അയാളുടെ തൊഴിൽ നഷ്ടപ്പെട്ടതുകൊണ്ട് അയാൾ ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ്. പക്ഷെ അയാൾക്ക് ആ ദാരിദ്ര്യത്തിലും അയാൾ എന്തെങ്കിലും ഒരു പുസ്തകം കണ്ടെടുത്ത് വായിക്കുക എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തരത്തിൽ അന്നാമ അയാളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് കഥയിൽ ഒരു തമാശ രൂപേണ അത് കൊണ്ടുവന്ന് അവസാനിപ്പിച്ച ഒരു കഥയാണ്. അത് ഈ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാപ്പ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് ശരിക്കും മനസ്സിലാകാത്തതെന്നേ ഉള്ളൂ. അത് എഴുതി വായിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാർ അത് വളരെ വളരെ ക്ലാരിറ്റി. സാർ ഇപ്പോൾ പറഞ്ഞ ആ കോണ്ടാക്ട്, 2 ജീവിതങ്ങൾ തമ്മിലുള്ള 2 അറ്റം അല്ലെ? ഈ അന്നാമ കേൾക്കുകയോ വായിക്കുകയോ ചെയ്ത ഏതോ ഒരു കഥ, ഏതോ ഒരു ഇദ്ദേഹത്തിന്റെ
പാർട്ടിൽ നിന്ന് ഉണ്ടായ ഒരു ജീവിതം. ആ ജീവിതം റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇതിലൊന്നും ഒരു ബന്ധവുമില്ലെന്നും ഒരു ബന്ധവും രണ്ട് അറ്റങ്ങളാണെന്നും അവസാനം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സാഹിത്യത്തിന്റെ ചില വാക്കുകൾ കൊണ്ട് തന്നെ അത് പിരിയേണ്ടി വരികയും അല്ലേ, അത് വളരെ വളരെ ക്ലിയർ ആയിപ്പോ എനിക്ക് അതൊരു തോന്നുന്നു. ഇനി ഭ്രമത്തില് ഹരിഹരൻ സാർ പറയും. അത് ഇനി പാവപ്പെട്ട ഹരിഹരൻ സാർ. സ്ത്രീയാണ്, ഒരു പാവ സ്ത്രീയാണ്. അവർ ആ ഭ്രമത്തില് ഇയാളുടെ പേരും പ്രശസ്തിയെ കണ്ടിട്ട് ആ ഭ്രമത്തിൽ ഇയാള് കല്യാണം കഴിക്കുന്നത് വാശി പിടിച്ച അപ്പൊ അച്ഛനും ആ സഹോദരനും ഒക്കെ അപ്പോഴേ പറയുന്നുണ്ട്. ഐസക് അച്ചായൻ അന്നേ പറഞ്ഞതാണ് ഇത് വേണ്ട വേണ്ട നിനക്കെന്ന് പറഞ്ഞ അപകടത്തിലാവുമെന്ന് പറഞ്ഞതാണ്. അത് കേൾക്കാതെ നിർബന്ധിച്ച് ചെയ്തതാണ്. കാരണം ആ ഒരു ഭ്രമത്തിൽ പെട്ടുപോയി. ഒരു പാവം സ്ത്രീയാണ്, അതുകൊണ്ടാണ്. നിഷ്കളങ്കയായ സ്ത്രീയാണ്, അതിൽ പെട്ടുപോയി. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇയാളെ സംബന്ധിച്ചിടത്തോളം സാഹിത്യമാണ് ഇയാൾക്ക് ലിറ്ററേച്ചർ, അല്ലെങ്കിൽ അയാൾക്ക് ആ ഒരു കരിയറാണ്, ആ ഒരു ഒരു സ്വപ്നമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം സർവ്വതാനാൽ അല്ലെങ്കിൽ എല്ലാത്തിലും പ്രധാനം, സർവാത്മന പ്രധാനമായിട്ടുള്ളത് അയാൾക്ക് അതാണ്. മറ്റൊന്നും അയാൾക്ക് പ്രധാനമല്ല, മറ്റൊന്നും അയാൾ ഒട്ട് ഓർക്കുന്നുമില്ല. അയാൾക്ക് ജീവിതം നമ്മൾ ഇപ്പോൾ ചില എഴുത്തുകാരുടെ അയാൾക്ക് ജീവിതം ഇല്ലെങ്കിലും പ്രശ്നമില്ല, സാഹിത്യം മാത്രം മതി എന്നുള്ളതാണ് അയാളുടെ പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ കല കൊണ്ട്, ഉത്തമ കല കൊണ്ട് നമുക്ക് ജീവിക്കാൻ, ജീവിതമാർഗം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇന്നത്തെ സമൂഹത്തിൽ അത് ഒരിക്കലും സാധിക്കില്ല. നമുക്കങ്ങനെ ഒരു എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അല്ലാതെ ഒരു വെറും കലയെ മാത്രം സ്നേഹിച്ച് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭൗതികപരമായ ജീവിതം പൂർണ്ണമായും പരാജയമായിരിക്കും, പൂർണ്ണ പരാജയമായിരിക്കും. അത് തന്നെയാണ് ഈ തോമസ് കവളപ്പാറയുടെയും സ്ഥിതി. അയാളുടെ ഭൗതികത പൂർണ്ണമായും പരാജയമാണ്. അയാളുടെ ഒരുപക്ഷെ അയാളുടെ എഴുത്ത്, അയാളുടെ കലാപരമായ അല്ലെങ്കിൽ അയാളുടെ ആ ജീവിതം വിജയവുമായിരിക്കും. അങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യമാണ് ഞാൻ ഈ തന്നെ ചില വ്യക്തികളുടെ ജോലിയുടെ കാര്യത്തിലും ഇങ്ങനെയാണ്, വർക്കഹോളിക് ആയിരിക്കും, അത് ജീവിതത്തിൽ പ്രയോജനകരമായ അനുഭവങ്ങൾ ഉണ്ടാകത്തില്ല, അത് ഇഷ്യൂ ഉണ്ടാക്കും. വളരെ ശരിയാണ്, വളരെ ശരിയാണ് സാർ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ ചർച്ച ചെയ്യാം. അപ്പൊ കറക്റ്റ് ഒരു ഇത് കിട്ടും. കാരണം അവസാനം ഇത് പണ്ട് സാറേ പണ്ട് ഞങ്ങളുടെ ഒരു 3-4-5 പേരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ഈ കഥയൊക്കെ ഇതെല്ലാം ഇങ്ങനെ പല കഥകളും കവിതകളും മറ്റുള്ളവരുടേതും ഒക്കെ ഇരുന്ന് വായിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ അന്ന് ഞാൻ എഴുതിക്കൊണ്ടുപോയി, അന്ന് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞങ്ങൾ കഥ എഴുതിയാൽ ഞങ്ങൾ അതിന്റെ കൂടെ ഒരു കുറിപ്പും കൂടെ ഞങ്ങൾ എഴുതിക്കൊണ്ടുപോകും. എഴുതുന്ന ആൾ എഴുതിക്കൊണ്ടുപോകും, മറ്റുള്ളവർ അത് ചർച്ച ചെയ്യും, അവസാനം ഈ കുറിപ്പ് വായിക്കും. അങ്ങനെ ഒരു കുറിപ്പ് ഞാൻ അന്ന് എഴുതിയതുണ്ട്. ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം, അവസാനം വായിക്കും. ഇനി എന്തെങ്കിലും ആൾക്കാർക്ക് വേറെ പറയാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വായിക്കാം. തീർച്ചയായും ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, ഹരിഹരൻ സാർ തുടങ്ങൂ, ഒന്നും കൂടെ തുടങ്ങും. അല്ല, എനിക്ക് ഇതിനകത്ത് അന്നമ്മയെ പറ്റി പറയാനുള്ളൂ. കാരണം വെച്ചാൽ അന്നമ്മ ആദ്യം ഒരു ഷീ ഗോട്ട് അട്രാക്റ്റഡ് ടുവേർഡ്സ് ആ യങ് ഏജില്. ഓക്കെ, സ്വന്തം ഫാമിലി എതിർത്ത് കല്യാണം കഴിക്കുകയും ചെയ്തു. പക്ഷെ അവര് ദാരിദ്ര്യമായിരുന്നപ്പോ അങ്ങനെ സാഹിത്യം കൊണ്ട് നടന്നു. ഭാഗ്യത്തിന് ഒരു കൂട്ടുകാരൻ വന്ന് ബിസിനസ് കൊടുത്ത് ബിസിനസ് കുറെ പച്ച പിടിച്ചപ്പോ ഈ അന്നമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ, കഥയാണ്, എങ്ങനെ വേണമെങ്കിൽ ടിസ്റ്റ് ചെയ്യാം, അതൊക്കെ കുറച്ച് ഏതായാലും ഇയാളെ കല്യാണം കഴിച്ചു, കടയൊക്കെ നന്നായി പോകുന്നുണ്ട്. ഇനി ഞാൻ വേണേ കട കാര്യങ്ങൾ പോകുമ്പോൾ അയാൾ കുറച്ച് സാഹിത്യം കൂടി ചെയ്തോട്ടെ എന്നുള്ള ഒരു വിശാല മനസ്സ് കാണിച്ചിരിക്കുകയായിരുന്നു അന്നമ്മയ്ക്ക് എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഇല്ലെന്ന് അവരെ ഇങ്ങനെ ഒരാളെ വിട്ടിട്ട് പോകുന്നത് ആ ഒരു ജീവിതം ഇല്ലാതായിപ്പോയി. ഇല്ലേ, അങ്ങനെ ഒരു ബിസിനസ്സുകാരനായിരിക്കുമായിരുന്നു, കലാകാരനായിരിക്കുമായിരുന്നു. ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. നന്നായി കൂടെ പഠിക്കുന്ന കാലത്ത് നന്നായി പാട്ട് പാടും, നന്നായി ഇത് ചെയ്യും, നന്നായി ഡ്രസ്സ് ചെയ്യുന്നൊക്കെ നോക്കി പോയിട്ട് ഒടുക്കം അതിന് ഞാൻ ചില ഒടുക്കം ബാക്കി ഇവിടെ കുറെ ആഗ്രഹിച്ച് നടന്നിടത്ത് ഒടുക്കുന്നതിന് അവർ പറയും ചില ഒക്കേഷനിൽ, നിന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നുകൊണ്ട് പറയും ഒടുക്കം. അതുപോലെ കണ്ടിട്ടുണ്ട്, അതിലൊന്നും പറയുന്നില്ല. ഇത് നിത്യജീവിതമായിട്ടുള്ള കുറച്ച് ബന്ധമുള്ളതാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല ഇന്നത്തെ ഹൈ പോയിന്റ് മിസ്റ്റർ വിജയകുമാർ ഡെലിവറി ആയിരുന്നു, കഥ പറയാനുള്ള ഡെലിവറി ആയിരുന്നു ഹൈ പോയിന്റ്. വളരെ നന്നായിരുന്നു. ഇനിയും കൂടുതൽ കഥകൾ വരട്ടെ എന്നുള്ളത് എനിക്കൊരു അഭിമാനം എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന ഒരാളാണ്. അതുകൊണ്ട് അല്ല, എനിക്ക് അഭിമാനമുണ്ട്. സാർ, അതിനേക്കാളും അധികം ഇങ്ങനെ ഒരു അവസരം, സ്വന്തം കഥ കൃത്യമായിട്ട് ഇതുപോലെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം എന്ന് വെച്ചാൽ അതൊരു വലിയ ധന്യ നിമിഷം തന്നെയാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. കാരണം അല്ലേ, കാരണം വെച്ചാൽ ഞാൻ രണ്ടാമത്തെ ഒരാളെ കൊണ്ടുവരുന്നത്. ഒരാളെ കൊണ്ടുവന്ന എന്റെ അനിയൻ കണ്ണൻ ഇപ്പൊ ഇപ്പോഴത്തെ സ്റ്റാർ പെർഫോമർ ആയിട്ടിരിക്കുകയാണ്. സ്റ്റാർ പെർഫോമർ, ടെക്നോളജിക്കൽ പെർഫോമർ ആയിരിക്കുകയാണ്. ഇനി സാഹിത്യത്തിന്റെ ആളെ വന്നോട്ടെ. നമ്മുടെ ഇടയ്ക്ക് വല്ല ചില ചീപ്പടി ഒരു അടിയൊക്കെ അടിക്കും, അത്രേ ഉള്ളൂ.
ഓക്കെ, ഇനി ഉലയനൻ സാർ എന്ത് കേൾക്കാം? ഉലയനൻ സാർ പറയും. ആശയമൊക്കെ മാറിയും നോക്കാം. അൺമ്യൂട്ട് ചെയ്യും. അല്ല, ഇത് കഥയുടെ ഒരു വലിയ ട്വിസ്റ്റാണ് കേട്ടോ. കാരണം കഥ കഥ ശരിക്കും കഥാകാരൻ ബുദ്ധിമാനാണല്ലേ. അങ്ങനെയല്ലേ സിനിമ തിരക്കഥകളൊക്കെ വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. അതിൻ്റെ അകത്ത് ഒത്തിരിയും പറയൂ. സാർ അത് മാത്രമല്ല സാറ്, സാബു സാറ്, വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഈ പല കാര്യങ്ങളും വളരെ വിശദമായിട്ട് എഴുതിയാൽ അതിന്റെ ഭംഗി പോകും. വളരെ ഏറ്റവും ചുരുക്കി എഴുതുമ്പോഴാണ് അതിന്റെ ഭംഗി വരിക. അപ്പൊ അത് കുറച്ച് ഇമാജിനേഷൻ വിട്ടേക്കണം. ബാക്കി ആൾക്കാർക്ക് വിട്ടേക്കണം. അപ്പൊ വഴി തെറ്റണം അല്ലെ, വഴി തെറ്റണം. അപ്പൊ വായിക്കുമ്പോൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഈ ചില ഗ്യാപ്പുകൾ ഉണ്ടാവാനും അങ്ങനെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനും കഥ പൂർണ്ണമായിട്ട് മനസ്സിലാകാതിരിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ സാധ്യത കവിതയ്ക്കാണ്. ഇപ്പൊ ഞാൻ ഈ കൂടുതൽ കവിത എഴുതുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് അതിനോടുള്ള ആ ഒരു രചന ഇതിനോട് കൂടി ഉള്ള ഒരു കഥയിലും അത് ചിലപ്പോൾ പ്രതിഫലിച്ചു എന്ന് വരാം. ക്ലൈമാക്സ്, സസ്പെൻസ് ഇതെല്ലാം വരും. ഓക്കെ, ഉലയനൻ സാർ പറയും. അതെ, വിജയകുമാർ സാർ, ഈ സാറ് പറഞ്ഞ കാര്യത്തിൽ ഞാൻ യോജിക്കുകയാണ്. കഥ വായിച്ച് അവനവൻ്റെ തരത്തിൽ അത് ഉൾക്കൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതും ഒരു നിമിഷത്തിൽ ആ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നതും ഉൾക്കൊള്ളാനുള്ള കഴിവ്, എൻ്റെ കഴിവും മറ്റൊരാളുടെ കഴിവും വ്യത്യസ്തമാണ്. അപ്പൊ അത് എവിടെ എത്തി എന്ന് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ കഥ. അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെതായ ഒരു സന്ദേശം എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരു പോയിന്റ്, എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ലോകത്ത് മാത്രമാണ്. ഈ അമ്മയുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അപ്പൊ ആ അവസ്ഥയിലേക്ക് അതൊരു മനുഷ്യ സ്വഭാവത്തെ സാറ് വരച്ചു കാട്ടി എന്നുള്ളതിൽ ഒത്തിരി സന്തോഷം. ഇനി ഭാര്യയുടെ കാര്യത്തില് എനിക്ക് സഹിക്കാവുന്നതിന്റെ പരമാവധിയായി. ഇദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ഇതാണെങ്കിൽ ഞാനായിട്ട് അതിനൊരു തടസ്സം വെക്കണ്ട. അദ്ദേഹം ഈ കാലിത്തീറ്റയും കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഈ ഒരു തോന്നലാണ് എനിക്ക് ഉണ്ടായത് സർ. യെസ്, ദാറ്റ്സ് ശരി, അത് കറക്റ്റാണ്. നല്ലൊരു വ്യക്തിയെ സാറ് അവിടെ വേറെ രീതിയിൽ അവതരിപ്പിച്ചു. ഓക്കെ, ദെൻ രമാവതി മാമിന് എന്തെങ്കിലും പറയാൻ പറയും. ഓക്കെ, ജോഷ് സാർ ഒന്ന് പറഞ്ഞിട്ടായിക്കോട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. എനിക്ക് ഇതിന്റെ ആദ്യ ഭാഗം വാസ്തവത്തില് എനിക്ക് കേൾക്കാൻ പറ്റും. ഞാന് ഹലോ പറയൂ പറഞ്ഞു. ഉലയനൻ സാറാണോ? ഇല്ല, പറഞ്ഞോളൂ, അതൊക്കെ ഞാൻ ശരിയാക്കി. അപ്പോ പിന്നെ ഞാന് സാറിന്റെ കഥ ആദ്യം പറഞ്ഞപ്പോ എനിക്ക് നല്ല ജലദോഷം ഇങ്ങനെ കൊണ്ടുപിടിച്ചിരിക്കുന്നോണ്ട് ഒരു മൂഡില്ലായിരുന്നു. ഞാനതിന്റെ എന്നാൽ ഇത്ര കഴിഞ്ഞ് കയറിയപ്പോഴേ കഥ അങ്ങ് തീർന്നു പോയി. അപ്പൊ റോയ് സാറ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഞാന് കയറി വരിക. അതിനുശേഷം സാറ് വിശദീകരിക്കുകയും പിന്നീട് പലരുടെയൊക്കെ വിലയിരുത്തൽ കേട്ടപ്പോൾ കാര്യങ്ങൾ നന്നായി മനസ്സിലായി. ഏതായാലും ഈ കഥ ഒരു കാലത്തെ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളുടെ ജീവിതാവസ്ഥ വരച്ചു കാട്ടുന്നുണ്ട്. കലാകാരന്മാരോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ആരാധനയാണ്. ചിലരൊക്കെ വേണമെങ്കിൽ ഇറങ്ങി പുറപ്പെട്ടതും ഇരിക്കും. അങ്ങനെ ചില വിഭാഗങ്ങളൊക്കെ ഉണ്ട്, ഈ പെട്ടെന്ന് ആകർഷണം തോന്നുന്ന ചില വിഭാഗങ്ങൾ. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തോടടുക്കുമ്പോഴാണ് സംഗതി പറ്റിപ്പോയി എന്ന് ചിലപ്പോഴെങ്കിലും ആളുകൾക്ക് തോന്നുക. പിന്നെ നമ്മൾ ഈ പൊതുവെ നോക്കുമ്പോൾ അഭിനേതാക്കളെ എടുത്തു കഴിയുമ്പോൾ കുറെ പച്ച പിടിച്ച കുറെ പേരെ നമ്മൾ കാണുന്നുണ്ട്. നല്ല പിന്നെ വെൽത്ത ഉള്ള ആളുകൾ. ഇപ്പൊ ഒരു മമ്മൂട്ടിയോ അല്ലെ മോഹൻലാലും ഒക്കെ വലിയ കോടീശ്വരന്മാരായിട്ടുണ്ട്, വേറെയും ചിലരൊക്കെ ആയിട്ടുണ്ടാകും. എന്നാൽ ആ ഇൻഡസ്ട്രിയില് എത്രയോ ആളുകളാണ് തലകുത്തി വീണത് എന്നുള്ളത് പല ആളുകളും അറിയുന്നില്ല. പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒത്തിരി പേര് പോയിട്ടുണ്ട്. കോടമ്പക്കത്ത് പോയി അവിടെ ഇവിടെ ഒക്കെ പോയി വായി നോക്കി നടന്ന് ചെറിയ സീനിലും ഒക്കെ അഭിനയിച്ച് ആകപ്പാടെ വീടും കുടുംബവും ഒക്കെ ഇല്ലായ്മപ്പെട്ടു പോകുന്ന ധാരാളം പേരുണ്ട്. നമ്മൾ വളരെ കുറച്ച് പേരെ മാത്രമേ കാണുന്നു, തിളങ്ങി ശോഭിക്കുന്ന ആളുകളെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ വളരെ
പരിതാപകരമായി പോകുന്ന ഒരു ആയിരുന്നു. ഇപ്പൊ പിന്നെ അവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. നാടക നടന്മാരാണ് തലകുത്തി വീഴുന്ന ഒരു വലിയൊരു വിഭാഗം. പെട്ടെന്ന് അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ ഒക്കെ വരുമ്പോൾ ഒരുപാട് പേർക്ക് വലിയ താല്പര്യമൊക്കെ വലിയ പേര് കേട്ട പിന്നെ ക്ലബുകളുടെ കലാസമിതികളുടെ ഒക്കെ ആളുകളായിട്ട് പിറ്റേ കൊല്ലം അമ്പല ഉത്സവത്തിന് വരുമ്പോൾ ചില ആളുകളോടൊക്കെ വല്ലാതെ ആരാധന തോന്നുന്നു. എനിക്ക് ഈ തിലകനെ കുറിച്ച് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു. ഇവിടെ ചങ്ങനാശ്ശേരി ഗീതയുടെ തിയേറ്റേഴ്സിന്റെ ഗീത ചാച്ചപ്പന്റെ അമ്മയുടെ ആങ്ങള, അമ്മ വീട് കാവാലത്താണ്, അമ്മയുടെ ആങ്ങള ഇവിടെ കാവാലത്തുള്ള പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പിന്നെ തിലകനെ കുറിച്ചൊക്കെ. അപ്പോ ഒരുപാട് ആളുകൾക്ക് തിലകനെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ പക്ഷെ ഒന്നുമില്ല കയ്യില്. എന്നാൽ തിലകൻ പിന്നീട് ഭാഗ്യവശാൽ വലിയ അറിയപ്പെടുന്ന നടനായി ഒക്കെ തീർന്നു. എങ്കിലും ഒരുപാട് ഒതുക്കലിന്റെയും ഒക്കെ കഥകളൊക്കെ അദ്ദേഹത്തിന്റെ ഇതിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും സാമ്പത്തികമായി വലിയ ദാരിദ്ര്യത്തിലൊന്നും പെട്ടില്ല. പിന്നെ നമ്മൾ ചില നടിമാരുൾപ്പെടെ മരിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ രോഗബാധിതരായി കഴിഞ്ഞപ്പോഴാണ് പിരിവെടുക്കേണ്ടി വരുന്നതിന്റെയും അവരുടെ കുടുംബത്തെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് നമ്മൾ അന്തം വിട്ടുപോയി. എന്താണ് അതിന്റെ കാരണം? അപ്പൊ ഇങ്ങനെ ഒരു വിഭാഗം വളരെ ആ ഒരു സന്ദേശത്തെയാണ്, അല്ലെങ്കിൽ അതിന്റെ ആ കഥയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട തന്തു. ആ അർത്ഥത്തിൽ അത് വളരെ ജീവനുള്ളതായിട്ട് നിലനിൽക്കുന്നു. ഇതിൽ പിന്നെ വേറൊരു വിഭാഗമാണ് പാട്ടുകാർ. പാട്ടെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പാട്ടുകാരിൽ എത്ര പേരാണ് വലിയ കോടീശ്വരന്മാരോ ലക്ഷാധിപതികളോ ഒക്കെ ആയി തീർന്നത്? വളരെ കുറച്ച് പേര് മാത്രമാണ്. വേറെ ചില ആളുകളൊക്കെ ഈ രംഗത്തൊക്കെ വന്നിട്ട് താടിയും വളർത്തി വിഷയം വളർത്തി ആകപ്പാടെ ഒരു തരം പരുവത്തിലായി പോയിരിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഈ കുടുംബ ജീവിതം അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് സ്വപ്നം കണ്ടുമൊക്കെ പല ആളുകളും ഈ രംഗത്തേക്ക് പലരും ആകർഷിക്കും വരുമ്പോഴാണ് ജീവിതത്തോടടുക്കുമ്പോൾ ഇവരുടെയിലൊന്നും കാര്യങ്ങളൊന്നും നിർവഹിക്കാനുള്ള സംഗതികളൊന്നും ഒരുപക്ഷെ ഉണ്ടാകുകയില്ല. അത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഒരു വിഭാഗമാണ് രാഷ്ട്രീയക്കാർ. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കുറെ പേര് കാശുണ്ടാക്കുന്നത് നമ്മൾ കാണുമ്പോൾ എത്രയോ രാഷ്ട്രീയക്കാര് അഷ്ടിക്ക് വകയില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. കുറച്ച് നീതിമാന്മാരായിട്ടോ അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ കള്ളക്കളികളൊന്നും നടത്താൻ അറിയാൻ മേലാത്തതുകൊണ്ടോ ഒക്കെ ആയിപ്പോയിരിക്കുന്ന ഒരുപാട് പേര് അത്രയുണ്ട്. നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്നുണ്ട്. അപ്പൊ ജീവിതം വേറെ. അപ്പൊ എല്ലാത്തിനും ഒരു വരുമാനം ആളുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഏത് രംഗത്താണെങ്കിലും അതൊരു തെറ്റല്ല. അതിനു വേണ്ടിയിട്ട് വരുമാനത്തിന് വേണ്ടി മാന്യമായ ഒരു തൊഴിലോ വരുമാന മാർഗം, മാന്യമായിട്ട് പണം സമ്പാദിക്കുന്ന ഒരു മാർഗം ഉണ്ടാകണം എന്നൊക്കെ ആളുകളെ പഠിപ്പിക്കാൻ, വരും തലമുറയെ പഠിപ്പിക്കാൻ ഒരു പക്ഷേ ഈ കഥയ്ക്ക് വലിയ ഗുണമുണ്ട്. അതാണ് ഈ കഥയിലുമുണ്ട് ഒരു കാര്യമായിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. സാറിന്, വിജയകുമാർ സാറിന് എല്ലാവിധ മംഗളങ്ങളും ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. സാബു സാർ, ഞാനൊരു വെർബൽ കാർട്ടൂൺ പറഞ്ഞുകൊള്ളട്ടെ. ഈ തീം എനിക്കിപ്പോ മനസ്സിലായി എല്ലാം. അപ്പോ ഈ വല്ലാത്ത സർഗവേദന അനുഭവിച്ചുകൊണ്ട് ഒരു കവി ഈസി ചെയറിലിരുന്ന് ഈ അസ്തമന സൂര്യനെയൊക്കെ നോക്കി ഒരു കവിത ഇങ്ങനെ എഴുതുന്ന സർഗവേദനയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ ഈ പുതിയ കല്യാണക്കാരിയായിട്ടുള്ള നവവധു ഇവരൊന്നിച്ച് താമസിച്ചു തുടങ്ങി എൻ്റെ അടുത്ത ദിവസങ്ങളിലാണ്. അപ്പോൾ വളരെ സുന്ദരിയായി അടുത്ത് വന്നു. അപ്പോൾ കവി ചോദിച്ചു, എന്തിനോ ഭവതി ഈ സായന്തന വേളയിൽ എന്നമേൽ അണഞ്ഞു, എന്തിനോ ഭവതി ഈ സായന്തന വേളയിൽ എന്നമേൽ അണഞ്ഞു. ഞാൻ പറഞ്ഞു, ഉണക്കമീൻ മേടിക്കാൻ 10 രൂപയ്ക്ക് ആണെന്ന് പറഞ്ഞു. ഈ ചേർച്ചയില്ലായ്മ, ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന അത് ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒക്കെ സംഭവിച്ചു വന്നത്. എന്തായാലും ആ തീം എനിക്ക് സാർ അവതരിപ്പിച്ച ഒരുപാട് ഈ എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഒക്കെ പ്രണയ ജീവിതവും അല്ലാതുള്ളതും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ച ഒരുപാട് സ്ത്രീകൾ സങ്കടപ്പെടാറുണ്ട്. ദാരിദ്ര്യം അവരുടെ കൂടപ്പുറപ്പാണ്. കാരണം ഈ സരസ്വതി കൂടെ ഉള്ളവരുടെ കൂടെ ആരാണ് വസിക്കാത്തത്?
രമാദേവി ടീച്ചറിന് അറിയാം, ഈ സരസ്വതിയും ലക്ഷ്മി ദേവി ഒന്നിച്ച് താമസിക്കില്ല. അവ ഈ സരസ്വതി കടാക്ഷം വേണ്ടത്രയുണ്ട്, സർഗശേഷി വേണ്ടത്രയുണ്ട് എങ്കിൽ ലക്ഷ്മി കടാക്ഷം വളരെ കുറഞ്ഞിരിക്കും. കാരണം ഈ അനുഭവങ്ങളുടെ തീച്ചൂളയിലൊക്കെ ഉരുകി ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് മിക്കവാറും എല്ലാ എഴുത്തുകാരും. അല്ലാതെ ഈ NV കുറുപ്പ് സാറിനെ പോലെയൊക്കെയുള്ള കോളേജ് പ്രൊഫസർമാരും അങ്ങനെയൊക്കെയുള്ളവരൊക്കെയാണ് ഈ ആധുനിക കാലത്ത്. മറ്റേതൊക്കെ ഈ പി കുഞ്ഞിരാമൻ നായരും അവരും ഒക്കെ അങ്ങ് വല്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് ദരിദ്രരായിട്ട്, അയ്യപ്പനും അതേപോലെയുള്ളവരെല്ലാം തന്നെ വളരെ ദാരിദ്ര്യം. അപ്പോൾ ഞാൻ ഈ കഥ കേട്ടില്ലെങ്കിലും അതിൻ്റെ ചർച്ച വളരെ രസകരമായിട്ട് പോയപ്പോൾ എനിക്ക് തോന്നിയതാണ് ഈ സരസ്വതിയും ലക്ഷ്മി ദേവി ഒന്നിച്ചു വസിക്കാത്തതിൻ്റെ ദുരന്തമാണ്, കാലിത്തീറ്റ ആയാലും എഴുത്തായാലും ഒക്കെ. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്. ഭാവനാ ലോകത്ത് ജീവിക്കുന്നതും പ്രായോഗിക ജീവിതത്തിൽ വിജയിക്കുന്നതും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഒരു പുതുമയുള്ള കഥാവതരണം ആയിരുന്നു എന്ന് ഞാൻ ധരിക്കുകയാണ്. എന്തായാലും ഈ വിഷയം അവതരിപ്പിച്ച സാറിന് എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഈ കവികളുടെ അടുത്തേക്ക് മീൻ വാങ്ങാൻ പൈസ എന്ന് ചോദിച്ചിട്ട് അവരുടെ ഈ സർഗവേദനയുടെ അടുത്ത് ചെല്ലാതിരിക്കുക. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഈ MT കാലാതീതം എന്ന് പറഞ്ഞ് വലിയൊരു പരിപാടി മാതൃഭൂമി അവതരിപ്പിച്ചിരുന്നു. പാലക്കാട് അഹല്യയിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഈ കൈതപ്രം അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂരിലെ വാര്യരും മകളും ഒക്കെ കൊണ്ടുള്ള ഗാനമേള എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൈതപ്രം ദുഃഖ ജയരാജ് വാര്യരും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. കൈതപ്രം അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തിൻ്റെ ആദ്യകാലത്ത് അനുഭവിച്ച കൊടിയ ദാരിദ്ര്യവും കഷ്ടപ്പാടും, റെയിൽവേ സ്റ്റേഷനിൽ കിടന്നതും ഒക്കെ. 10ാം ക്ലാസ് കഷ്ടിച്ച് പാസ്സായി, പിന്നെ ITI എന്തോ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഈ MT ആണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലായിരുന്നു അദ്ദേഹം കിടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ച കഥയൊക്കെ പറഞ്ഞപ്പോൾ അവരുമൊക്കെ ഈ സിനിമ കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലും ഒരുപാട് ദാരിദ്ര്യ ദുഃഖം ഒക്കെ അനുഭവിച്ചിട്ടാണ് മിക്ക എഴുത്തുകാരും വന്നത്. അവർ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാൽപ്പനിക ലോകവും നമ്മളെപ്പോലുള്ള ദുഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗിക ജീവിതവും ഇത് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെയൊക്കെ ഭാര്യമാർ വലിയ ഭാഗ്യവതികളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഈ കാവ്യലോകത്തോ സർഗലോകത്തോ ഒന്നും ഇങ്ങനെ വിഹരിക്കുന്നവരൊന്നും അല്ലല്ലോ. ഈ അങ്ങനെ വഴിതെറ്റി പോകുന്ന മനസ്സുകളെയും ബുദ്ധിയും ഒക്കെ പിടിച്ച് നേരെ കൊണ്ടുവരുന്നവരായ ഒരു ഗ്രൂപ്പാണല്ലോ ഇതിലുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ കഥ കേട്ടതിൻ്റെ ഒരു എൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഞാൻ എൻ്റെ ചിന്തകളിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, രമാവതി മാം പറഞ്ഞോളൂ. സാറിപ്പോ രണ്ടാമത് അത് പറഞ്ഞിട്ടാകുമ്പോ എനിക്ക് ഒന്ന് കുറച്ചും കൂടി ക്ലിയർ ആയിരുന്നു. കാരണം ആ ഒരു ഇഷ്ടം കൊണ്ട് ആ ഒരു കഥ വായിച്ചിട്ട് ഇയാളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാകുമ്പോ, അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം എന്തെന്നാ ചിലപ്പം ആദ്യം രാത്രി ചോദിക്കുമ്പോ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാകുമ്പോ അയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കാണും. എന്നാ പിന്നെ എന്റെ കൂടെ എന്നും ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പം അയാള് ഉദ്ദേശിക്കുന്നത് ഞാനിങ്ങനെ കഥ എഴുതിക്കൊണ്ടിരിക്കും, ഒരുപാട് പുസ്തകം വിൽക്കണം, പിന്നെ അന്നേരം കട്ടൻ ചായ ആയിട്ട് ഭാര്യ ഇടക്കിടക്ക് വരും, എനിക്ക് എന്തായാലും ഊർജം തരും എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ ഊർജം കൊടുക്കുന്നുമില്ല. കലാകാരന്മാര് സാധാരണ രാത്രിയിൽ ചിലപ്പോൾ വൈകി ഉറങ്ങുന്നവരായിരിക്കും. അവർക്ക് ചിന്തകൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, തൂലിക ചലിച്ചുകൊണ്ടിരിക്കും. അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പം അങ്ങനെ ആ സമയത്ത് എഴുന്നേൽക്കാൻ തോന്നൂല. അപ്പൊ അതില് അയാളെ വിളിച്ചോണ്ടിരിക്കുമ്പം മറ്റേ സുഹൃത്ത് വന്നിട്ടാകുമ്പോ അവരെ ഇടപെടിച്ചു, ഇയാളെ എഴുന്നേൽക്കുന്നില്ല എന്നുള്ള. അത് കുറച്ചും കൂടി മോശമായിപ്പോയി. കാരണം ആ സമയത്ത് ഉള്ളിൽ വന്നിട്ട് പറയായിരുന്നു സുഹൃത്ത് വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കച്ചവടം എന്ത് തന്നെയായാലും ഒരു അംബീഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റെന്ത് ജോലി കൊടുത്താലും അത് സക്സസ് ആവില്ല. അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ കഥ മാത്രമേ ഉള്ളൂ. ഞാനൊരു കഥാകാരനാണ്, എനിക്ക് അത് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള തോന്നൽ തോന്നിക്കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് കൊടുത്താലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു സ്വയം അയാളാണല്ലോ ഡിവോഴ്സിന് ഇതായി കൊടുക്കുന്നത്. സ്വയം ഇത് ഇനി നടക്കൂല, രണ്ട് പിന്നെ ഇതിലും യാത്ര ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും ഇതിപ്പം നടക്കുന്നതല്ല, ലൈഫ് സക്സസ് ആവാൻ പോകുന്നില്ല എന്ന് തന്നെ തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിവോഴ്സ് ഒക്കെ ചെയ്തത്. ഏതായാലും സാർ ഒന്നും കൂടി പറഞ്ഞിട്ടാകുമ്പോൾ ക്ലിയർ ആയി സാർ. താങ്ക് യു സാർ. നല്ല കഥയായിരുന്നു ജോമ സാർ.
ഓക്കെ. ഇനി ആരാ ഉള്ളത്? ഇനി പറയാനുള്ളത് റോയ് സാർ പറഞ്ഞിരുന്നു. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ പറയാം. സാറേ, ഇത് യുവൻ സാറിന്റെ കഥ വളരെ ഷോർട്ട് ചെയ്ത് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു കഥ അത്രയും ഇതല്ല. അപ്പൊ ഈ വേദിയിലെ സമയത്തിന് കുറഞ്ഞ് ഒതുക്കിയപോലെ തോന്നി. എങ്കിലും ഞാനത് പറഞ്ഞു ഈ കാര്യത്തിൽ. ഒരാൾക്ക് തോന്നുന്ന സമൂഹ ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ താല്പര്യമുള്ള ആൾക്കാർ ആകൃഷ്ടരാകുന്നു. പക്ഷേ ഒരു കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ അത് വ്യത്യാസം വരും എന്ന് മനസ്സിലാക്കി തരാനുള്ള ഒരു ശ്രമം സാർ നടത്തിയിട്ടുണ്ട് ഈ കഥയിൽ. അത് വളരെ ഇതാണ്. കാരണം പല പെൺകുട്ടികളും ഇതുപോലെ തന്നെ പെൺകുട്ടികളും ഒക്കെ ലവ് അഫെയറും വിവാഹവും തുടർന്ന് ഇത് പ്രശ്നങ്ങളായി പിരിയുന്നതും ഒക്കെ ഒത്തിരി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവയെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. കഥ വായിക്കാനും കഥയിൽ ഇഷ്ടപ്പെടാനും താല്പര്യം ഉണ്ടായിരുന്ന ഒരാള് ആ സമൂഹ ജീവിതത്തിലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ കഥ വായിക്കാനും ഒക്കെ ഉള്ള. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയ പെൺകുട്ടി അത് കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കുടുംബജീവിതത്തിൽ അത് ഉൾക്കൊള്ളാൻ മേലാത്ത രീതിയിലായിപ്പോയി ആണ് ഇവിടെ വിഷയം. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. അപ്പൊ അതിനൊരു ഗൈഡ് ലൈൻസ് ഈ കഥാകൃത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകുമെന്ന്. ഓക്കെ. പിന്നെ ആളെ നേരിട്ടറിയുമ്പോഴല്ലേ അദ്ദേഹത്തിന്റെ സ്വഭാവവിഷയങ്ങൾ അറിയാൻ പോകുള്ളൂ. മറ്റേ അദ്ദേഹത്തിന്റെ കഥകളുടെ എൻജോയ്മെന്റും മാത്രമേ കാണുന്നുള്ളൂ. അതിനുള്ള അവസരം കിട്ടുമ്പോഴേ ഈ വിഷയങ്ങൾ. പക്ഷെ പല സാഹിത്യകാരന്മാരും വളരെ ഫേമസ് ആയിട്ടുള്ള കലാപ്രവർത്തനം ചെയ്യുന്നവരുടെയും കുടുംബജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതാരും പുറത്തറിയാറില്ല. ഏതായാലും നല്ലൊരു ചിന്തിക്കുമ്പോൾ നല്ലൊരു കാര്യമാണ് സാറിന്റെ ഈ കഥയുടെ എസൻസ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. സോ ഫൈനൽ കൺക്ലൂഷനായിട്ട് വിജയകുമാർ സാറിന് എന്തെങ്കിലും കൂടെ പറയാനില്ലെങ്കിൽ സാറേ, നമുക്ക് പെൺകുട്ടികൾക്ക് ഈ കഥയിൽ നല്ലൊരു മെസ്സേജും ഉണ്ട് സാറേ. കാരണം നല്ലൊരു മെസ്സേജാണ്. സൂക്ഷിക്കണമെന്നല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം. സാറേ, ഞാന് അവസാനമായിട്ട് ഈ അന്ന് എഴുതിയ കുറിപ്പ് വായിക്കാം. ഈ കഥകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ എഴുതുന്ന കഥ 2-3 തവണ വായിക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നുകയൊക്കെ ചെയ്യാം എന്നുള്ള സാധ്യത കൂടെ ഉണ്ടാകാം. അപ്പൊ അത് ഞാനിത് അന്ന് വായിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ ഒരാളാണ് ജോർജ് ജോസഫ് കെ. എല്ലാവരും കേട്ടതാണ്, കഥ എഴുതുന്ന ആളാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അയ്യപ്പൻ്റെയോ അല്ലെങ്കിൽ ജോൺ അബ്രഹാമിൻ്റെ ഒക്കെ കഥ പറഞ്ഞ പോലെയാണ്. നല്ല ടാലന്റ് ഉള്ള നല്ല എഴുത്തുകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള അറിയാം. അത് ഇത് തന്നെയാണ് പ്രശ്നം. അപ്പൊ അദ്ദേഹം ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ, വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ നേരം ഒന്നും മിണ്ടാതെ ചിരിക്കുക, ഭയങ്കരമായിട്ട് ചിരിക്കുകയായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്പൊ അദ്ദേഹം പറയുന്ന ആ ഒരു അവസാനം എഴുതിയ ആ പരസ്യവാചകം കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തൊരു വൈരുദ്ധ്യമാണ് ഈ സ്ത്രീയും ഇദ്ദേഹവും തമ്മിൽ. അപ്പോൾ അവർക്ക് ഇത് മാത്രമേ ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ, മറ്റൊരു തലത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് കണ്ടിട്ട് പുള്ളി അത് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് ഞാൻ വായിച്ച ഒരു കുറിപ്പാണത്. ഇത് ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളതാണ്. പെട്ടെന്ന് വായിക്കാം. ഭൗതികതയുടെ പിൻപെയാണ് സമൂഹം. അവർക്ക് വേണ്ടത് കാലിത്തീറ്റയാണ്, ഉത്തമ കലയല്ല. കലയുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക് വേ ഓഫ് ലൈഫ്, ജീവിതചര്യ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ മത്സരമാണ് പ്രധാനമായും ഉണ്ടാവുക. അത് മനുഷ്യനെയും തമ്മിൽ അകറ്റുകയുള്ളൂ. കല ലക്ഷ്യമാക്കുന്നത് മനുഷ്യനെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണ്. മാത്രമല്ല, മനുഷ്യന്റെ ഉള്ളിൽ നന്മയുടെ വിത്ത് പാകി സമൂഹത്തെ സമൃദ്ധമാക്കാൻ കൂടി അത് ശ്രമിക്കും. കച്ചവട സംസ്കാരത്തിന്റെ കടുത്ത മത്സരത്തിൽ മനുഷ്യന് നന്മ നഷ്ടപ്പെടുന്നു, മാനവികത നഷ്ടപ്പെടുന്നു അവൻ അറിയാതെ. എന്നാൽ ഉത്തമ കല കൊണ്ട് ജീവസന്ധാരണം സാധ്യമാകുമോ? ഇല്ല. അങ്ങനെ ഒരു സമൂഹമല്ല നമ്മുടേത്. കല കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പ്രയാസമാണ്. അപൂർവമായേ അത് സാധിക്കൂ. അതൊരു തൊഴിലായി ആർക്കും കൊണ്ടു നടക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കലാകാരന്മാർക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത, യോജിക്കാത്ത തൊഴിൽ ഏർപ്പെടേണ്ടി വരും. ഈ ഒരു വൈരുദ്ധ്യമാണ് ഇവിടെ കാണാൻ കഴിയുക. കാലിത്തീറ്റയുടെ കച്ചവടത്തിന് ഇയാൾ പോയില്ല. അത്
ഓൾ ലൈഫ് ഇസ് യോഗ എന്ന് അരവിന്ദ മഹർഷി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാമാന്യ ബോധത്തെ ഭൗതിക ബോധത്തെ ഉപരിതല ബോധവുമായി ഒന്നിപ്പിക്കുന്നതാണ് ആത്മീയത ചെയ്യുന്നത്. ഇത് തന്നെയാണ് കലയുടെയും ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഒരു ലക്ഷ്യമാണിത്. ഈ കർമ്മം ചെയ്യുന്ന കലാകാരന് സമൂഹത്തിൽ അർഹിക്കുന്ന വില കിട്ടുന്നുണ്ടോ? പിന്തുണ കിട്ടുന്നുണ്ടോ? അംഗീകാരം കിട്ടുന്നുണ്ടോ? ഒരു ജീവിതചര്യയായി ഈ മഹത്തായ കർമ്മം അവൻ ഏറ്റെടുത്ത് നടത്താനാവുന്നുണ്ടോ? ഇതാണ് ഒരു ചോദ്യം. ഈ കഥയിൽ നിന്ന് ഉണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു കുറിപ്പാണ് ഞാൻ അന്ന് വായിച്ചത്. ഇതിൽ എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ. കാരണം ഒരു കലാകാരന് കല കൊണ്ട് ചിലപ്പോൾ ജീവിക്കാൻ പറ്റില്ല. അവന് കച്ചവടം കൂടെ അറിയാമെങ്കിൽ മാത്രമേ കലയും കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു വശം കൂടി ഈ കഥയിലുണ്ട്. പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ സർ, താങ്ക് യു. വളരെ സന്തോഷകരമായ ഒരു എൻഡിങ് അല്ലേ? വളരെ കൃത്യമായ ഒരു മെസ്സേജ് കഥയിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രത്യേകത. പ്രത്യേകിച്ച് രമാവതി മാം പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾ ഇങ്ങനെ പെട്ടെന്നൊന്നും വീഴരുത് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഭാഗം. പിന്നെ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല. ഒരു പക്ഷെ മറ്റുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഈ എഴുത്തിൻ്റെ മനോഹരമായ വാക്ചാതുരിയിലൊക്കെ പെട്ട് പോകുന്ന അല്ലേ, അല്ലെങ്കിൽ ഒരു അഭിനയത്തിൻ്റെ ആ മികവ് കണ്ട് ഇപ്പം പറഞ്ഞിരുന്നല്ലോ, ഗുലാനൻ സാറാന്ന് തോന്നുന്നു, അല്ല ജോഷി സാറാണ് പറഞ്ഞത്, ഒരു നാടകത്തിൻ്റെ ഒരു സീൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നാടകം കണ്ട് പെട്ടെന്ന് ഈ പറഞ്ഞ രീതിയിലൊക്കെ അകപ്പെട്ടു പോകുന്ന സാഹചര്യം. ഇനി നല്ല സ്റ്റാർ ആണെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് സാറിലൂടെ ഞങ്ങൾക്ക് കിട്ടി. തീർച്ചയായിട്ടും താങ്ക് യു സാർ. നല്ല മനോഹരമായൊരു കഥ. സാർ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ കഥ? പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിച്ചു. സാർ ഒത്തിരി കഥകൾ എഴുതിയിട്ടുണ്ടോ അതോ? ഉണ്ട്, കുറെ എഴുതിയിട്ടുണ്ട്. ഒരെണ്ണം പ്രസിദ്ധീകരിക്കാം നമുക്ക്. അതെ അല്ലേ ആര്യൻ സാറേ? നമ്മളൊരു ഇൻസ്പിറേഷൻ കൊടുക്കണ്ട അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഡേ ആണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. Good night.